പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS +2 ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317ന്റെ 4ാമത്തെ ചാപ്റ്ററിന് മേജർ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ന്യൂ സിലബസ് അനുസരിച്ചിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിന് തുടർച്ചയായിട്ടുള്ള ബാച്ചുകളിലും ഇനി മുതൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണുകൾ പുതിയ മോഡലുകളാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കീഴിലെ ക്ലാസ്സുകൾ, എല്ലാ വിഷയത്തിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം മൊത്തം സിലബസിന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ മൊത്തം സിലബസിന്റെ 60% മാത്രമേ പബ്ലിക് എക്സാമിനുള്ളൂ. ബാക്കിയുള്ള 40% പബ്ലിക് എക്സാമിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് അസൈൻമെന്റിന് മാത്രം പഠിച്ചാണ്. ആ 60% തന്നെ നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ. 3ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 4ാമത്തെ ചാപ്റ്ററിന്റെ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ 1 മാർക്കിന് വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനുള്ള ഉണ്ടാവും, ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും, 1 വേർഡ് ആൻസർ ഉണ്ടാവും. അതിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻസ് തന്നെ 2 തന്നിട്ട് ഏതെങ്കിലും ഒന്ന് എടുത്തെഴുതേണ്ട രീതിയിലുണ്ടാവും. അപ്പോൾ ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കിട്ടും. ടെക്സ്റ്റ് ബുക്കിന്റെ ഓരോ ചാപ്റ്ററിന്റെ ഇടയിലും 4th ചാപ്റ്റർ ആണെങ്കിൽ 4.1 ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ്, 4.2 ഇൻഡെക്സ് ക്വസ്റ്റ്യൻ അങ്ങനെ കിട്ടും. അതിന്റെ ആൻസർ ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തുണ്ട്. അങ്ങനെ എല്ലാ ചാപ്റ്ററിന്റെ ഇതേപോലെ എല്ലാ സബ്ജക്റ്റിന്റെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ കിട്ടും. 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും നമ്മൾ ഗൈഡ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് 20 മാർക്കിനുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് വരാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതിന്റെ ആൻസർ നമ്മൾ പറയും. ഫസ്റ്റ് ഒരു 6 ക്വസ്റ്റ്യൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പൊളിറ്റിക്കൽ തിയറിയിൽ വരുന്ന ലിബറലിസം വരുന്നുണ്ട്, മാർക്സിസം വരുന്നുണ്ട്, ഗാന്ധിസം വരുന്നുണ്ട്. ഈ 3 ആശയത്തിൽ നിന്നും കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തെഴുതിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻസ് ലിബറൽ എക്കണോമി ഈസ് എ ഡാഷ് എക്കണോമിക്സ് ആണ്. ലിബറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയാണെന്നാണ് പറയുന്നത്. അടുത്ത ലിബറൽ സ്റ്റേറ്റ് ഈസ് എ സോഷ്യൽ ഡേ സ്റ്റേറ്റ്. ലിബറൽ സ്റ്റേറ്റ് തമ്മിൽ സോഷ്യൽ സർവീസ് സ്റ്റേറ്റ് ആണ്, സാമൂഹികപരമായിട്ടുള്ള സ്റ്റേറ്റ് ആണ്, അല്ല സേവനപരമായിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ടാണ് വരുന്നത്. 3ാമത്തെ ലിബറലിസം ഈസ് ദ പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് ദി ഡേഷ് ക്ലാസ്, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്നാണ് പറഞ്ഞത്. ലിബറലിസം ഈസ് ദ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള തത്വശാസ്ത്രമാണ് ഏത് വിഭാഗത്തിന്റെ? മുതലാളിത്ത വിഭാഗത്തിന്റെ. ഇനി 4ാമത്തെ മാർക്സിസത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മാർക്സിസം ഈസ് എ റിയാക്ഷൻ ഓഫ് അഗൈൻസ്റ്റ് ഡേഷ്. മാർക്സിസം എന്ന് പറയുന്നത് ഏതിനെതിരായിട്ട് വന്നാണ്? ക്യാപിറ്റലിസത്തിന് എതിരായിട്ട് വന്നു. അടുത്തത് 5ാമത് മാർക്സിസം റിഗാർഡ് ആസ് ദ പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് ദി ഡേഷ് ക്ലാസ് ആണ്. ആൻസർ വർക്കിംഗ് ക്ലാസ് ആണ്. മാർക്സിസം എന്ന് പറയുന്നത് അവിടെ രാഷ്ട്രീയപരമായ തത്വശാസ്ത്രം അവിടെ ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത് ആരാ? വർക്കിംഗ് ക്ലാസ് ആണ്, തൊഴിലാളി വിഭാഗത്തിന്റെ. പിന്നെ പറയുന്നത് മാർക്സിസ്റ്റ് ദ ഡേഷ് ഫാക്ടർ ഓഫ് ദി ഡിസിസീവ് ഫാക്ടർ ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് ആണ്, മെറ്റീരിയൽ ഫാക്ടർ ആണ് വരുന്നത്. ഇനി നമുക്ക് ഗാന്ധിസം വരുന്ന ഭാഗത്തു നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒറ്റ വാക്കിൽ ആൻസർ എഴുതാം. വാട്ട് ടൈപ്പ് ഓഫ് ദി സ്റ്റേറ്റ് ഗാന്ധിജി ഹാസ് അഡ്വക്കേറ്റ്? ഏത് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ആണ് ഗാന്ധിജി അഡ്വക്കേറ്റ് ചെയ്തത്? രാമരാജ്യ എന്ന് പറയുന്ന രീതി. അടുത്തത് വാട്ട് സ്ട്രാറ്റജി ഡിഡ് ഗാന്ധി സജസ്റ്റ് ഫോർ ദി എംപ്ലോയി? എന്ത് തന്ത്രമാണ് ഗാന്ധിജി ഉപയോഗിച്ചത്? സജസ്റ്റ് ഫോർ എംപ്ലോയി കോർഡിനേഷൻ, തൊഴിലുടമ ബന്ധത്തിന് ഗാന്ധിജി എന്ത് തത്വശാസ്ത്രമാണ് അവിടെ ഉപയോഗിച്ചത്? ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ഗാന്ധിജി ഉപയോഗിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻസ്, വിത്ത് വാട്ട് നെയിം ഡിഡ് ഗാന്ധിജി അഡ്രസ് പീപ്പിൾ ഓഫ് ദി SC വിഭാഗത്തിനെതിരെ ഗാന്ധിജി എന്താണ്, ഏത് പേരാണ് കൊണ്ടുവന്നത്? ഹരിജൻസ് എന്നുള്ള പേരാണ്. അടുത്ത ക്ലാസ് ചോദ്യമാണ്, വിച്ച് ഓഫ് ദി 2 ends and means ഗാന്ധിസം അഡ്വക്കേറ്റഡ്? ഗാന്ധിജി അഡ്വക്കേറ്റഡ് മീൻസ് ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിന് വരുന്നത്. ഇനി നമ്മൾ തുടർന്നുള്ള ചാപ്റ്ററുകളൊക്കെ വരും, വീഡിയോയിലുണ്ടാവും. ഇതുപോലെ എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകളും നമ്മൾ നൽകുന്നുണ്ട്.
ഇത് നമ്മുടെ NSSന്റെ SSLC +2 ഒരു മാസം കൊണ്ട് എഴുതിയിരിക്കേണ്ട സ്കീമുണ്ട്. 2 മാസമുണ്ട്, 3 മാസമുണ്ട്, 6 മാസമുണ്ട്. ഇതിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്. ആ ക്ലാസ് നിങ്ങളുടെ ജോലിക്ക് തടസ്സമാവില്ല. നിങ്ങൾ ഏത് കമ്പനിയിൽ ഏത് ഗൾഫിൽ ജോലി ചെയ്താലും നിങ്ങളുടെ ജോലിക്ക് തടസ്സമാകാത്ത രീതിയിൽ നിങ്ങൾക്ക് +2 ചെയ്യാം. ക്ലാസ്സുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ടൈം ക്രമീകരിച്ച് തരുന്നതാണ്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ടുള്ള മലയാളത്തിലുള്ള ഗൈഡുകളുണ്ട്, ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9037114679. ഓക്കെ, താങ്ക് യു.